ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ താരം മത്തിയാണല്ലോ. പൊന്നിൻ വിലയാണ് മത്തിക്ക്. യൂട്യൂബിലെല്ലാം ഇപ്പോൾ മത്തിയെ പറ്റിയുള്ള വിശേഷങ്ങളാണ്. ലുലു മോളിൽ നിന്ന് വാങ്ങിയ മത്തിയാണിത്. കിലോയ്ക്ക് 360 രൂപയാണ്. ഇത് 1 കിലോ ഇല്ല, 1/2 കിലോ ഒക്കെ ഉള്ളൂ. ഇത്രയും വിലയുള്ള മത്തിയാണല്ലോ, അപ്പോൾ കുറച്ച് തേങ്ങാപ്പാലിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് ഈ ചിരട്ടയോട് ചേർന്നിരുന്ന തേങ്ങയാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് കറിയിൽ ഞാൻ ഇടാൻ എനിക്ക് അത്ര ഇഷ്ടമില്ല. അപ്പോൾ ഇത് ഇങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കാൻ ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. ചെറിയ ചൂടുവെള്ളം ചേർത്ത് അരച്ചെടുത്തൊന്ന് പിഴിഞ്ഞെടുക്കാം. ഒരു ടൊമാറ്റോ കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുമ്പോൾ മത്തിക്കറിക്ക് നല്ലൊരു കളർ കിട്ടും. ഇനി കുറച്ച് ചെറിയ ഉള്ളി എടുക്കാം. ചെറിയ ഉള്ളി അല്ലെങ്കിൽ ഒരു ചെറിയ സവാള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞാലും മതി. ഞാൻ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇത് അരിഞ്ഞിടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുണ്ടായിട്ട് കിടക്കും. ചതച്ചിട്ടാൽ കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇത് 2 ടീസ്പൂണോളം ഉണ്ട്. ഈ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടാം. നമ്മുടെ നാട്ടിലെ കറികൾക്കെല്ലാം ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. പക്ഷേ എളുപ്പത്തിന് എല്ലാവരും സവാള ഉപയോഗിക്കുന്നെന്ന് മാത്രം. കുടംപുളി 3 കഷ്ണം എടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. ഇതില്ലെങ്കിൽ വാളംപുളിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലെടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കുതിർത്ത് പിഴിഞ്ഞ് വയ്ക്കാം. മത്തിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചമ്പാവരി ചോറാണ് ഏറ്റവും ടേസ്റ്റ്. അല്ലെങ്കിൽ ഞാൻ സാധാരണയായിട്ട് വെള്ളച്ചോറാണ് കഴിക്കുന്നത്. അപ്പോൾ ഇത് റേഷൻ അരിയാണ്. നല്ലതായിട്ട് കഴുകണം. 4-5 പ്രാവശ്യം കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുക്കറിൽ വയ്ക്കും. അതൊന്ന് തിളച്ചതിന് ശേഷം ആ വെള്ളത്തിന് ഞാൻ ഊറ്റിക്കളഞ്ഞിട്ട് രണ്ടാമത് വെള്ളം ഒഴിച്ചാണ് അടച്ചു വച്ചിട്ട് വേവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതിലുള്ള അഴുക്കും സ്മെല്ലും എല്ലാം മാറിക്കിട്ടും. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഇരുന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മീനും ചക്കയും ഒക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ മീനൊന്ന് കട്ട് ചെയ്തെടുക്കാം. മത്തി കട്ട് ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഇതിൻ്റെ നാലൊക്കെ പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. വളരെ സോഫ്റ്റ് ആണല്ലോ. ഇത് കുറച്ച് വലിയ മത്തിയാണ്, നെയ് മത്തിയാണ്. അതുകൊണ്ട് ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ആര്യയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് മത്തി. കഴിഞ്ഞ പ്രാവശ്യം വെറുതെ ഒരു പരീക്ഷണത്തിന് മത്തി അവന് കൊടുത്തു നോക്കി. അവന് നല്ല ഇഷ്ടപ്പെട്ടു. മീനുകളിൽ ഏറ്റവും കൂടുതൽ ഒമേഗ 3 ഫാറ്റി ആസിഡും അതുപോലെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ളതാണല്ലോ മത്തി. കുട്ടികൾക്കത് വളരെയധികം നല്ലതാണ്. അതുപോലെ മുള്ള് വളരെ കനം കുറഞ്ഞ മുള്ളായതുകൊണ്ട് 1-2 അകത്ത് പോയതുകൊണ്ടും ഒരു കുഴപ്പമില്ല, പേടിക്കാനൊന്നുമില്ല. കുട്ടികൾക്ക് മാത്രമല്ല പ്രായമാർക്കും മത്തി വളരെ നല്ലതാണ്. എല്ലിൻ്റെയും പല്ലിൻ്റെയും ഗുണത്തിനൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ പലരും ഇത് സ്മെല്ലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിക്കാറില്ല. എൻ്റെ മോള് ഒട്ടും തന്നെ കഴിക്കാറില്ല. ഈ മത്തിയിൽ നോക്കിക്ക് നിറയെ പരിഞ്ഞിലാണ്. മീനിൻ്റെ മുട്ട എന്നൊക്കെ പറയുന്നത്. നല്ല ടേസ്റ്റാണിത്. വലിയ മത്തി ആയതുകൊണ്ടും ഇത്രയും വിലപിടിപ്പുള്ളത് കൊണ്ടും ഞാനിത് കട്ട് ചെയ്യുകയാണ്. പണ്ടൊന്നും ആരും മത്തിയൊന്നും കട്ട് ചെയ്യാറേ ഇല്ല. അപ്പോൾ മീനെല്ലാം ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. കുറേ പരിഞ്ഞിൽ ഉണ്ടായിരുന്നു. ഇതിൽ കറുത്ത വല പോലെയുള്ള ഭാഗങ്ങളുണ്ടായിരിക്കും. അത് നന്നായിട്ട് ഇളക്കി മാറ്റണം, അല്ലെങ്കിൽ അത് കഴിക്കും. ഈ മീനിൽ 4 എണ്ണം പൊരിക്കാൻ വേണ്ടിയുള്ളതാണ്. ബാക്കിയുള്ളതാണ് ഞാൻ 6 എണ്ണം കട്ട് ചെയ്ത് വച്ചേക്കുന്നത്. കറി വയ്ക്കുന്നതിന് മുമ്പായിട്ട് ഈ പൊരിക്കാനുള്ള മീനിൽ കുറച്ച് മസാല പുരട്ടി വയ്ക്കാം. കുഞ്ഞിന് വേണ്ടിയാണ് ഞാനിത് പൊരിക്കാനുണ്ടാക്കുന്നത്. അതുകൊണ്ട് അല്പാൽപമായിട്ടാണ് ഈ മസാല ചേർക്കുന്നത്. അല്പം ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും പെപ്പറും ഒരല്പം മുളക് പൊടിയും ഒരല്പം എണ്ണയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൽ ആദ്യം ഈ പരിഞ്ഞിൽ ഒന്ന് പുരട്ടി വയ്ക്കാം. വളരെ കുറച്ചാണ് സ്പൈസ് ചേർത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഇത് കൂട്ടി ചേർക്കാം. ഇനി മീനിന് വേണ്ടിയാണ് ഒരല്പം ഉപ്പുപൊടിയും പെപ്പറും ഒരല്പം മുളക് പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ മീനും നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കാം. 3 വയസ്സുള്ള കുട്ടിക്കൊക്കെ എല്ലാവരും പറയും നമ്മൾ കഴിക്കുന്ന ആഹാരം എല്ലാം കൊടുക്കാമെന്ന്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള മസാലകൾ ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമോ കുട്ടികൾക്ക് ഉള്ള ഭക്ഷണത്തിൽ ചേർക്കണം. സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ എപ്പോഴും ഇതിന് വേണ്ടി ഉണ്ടാക്കുന്നത്. ചോറിപ്പോൾ റെഡി ആയിട്ടുണ്ട്. കുക്കറൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതൊന്ന് വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും
നല്ല എളുപ്പമാണ്. 10 മിനിറ്റ് കൊണ്ട് തന്നെ ചോറ് റെഡിയാവും. വാർത്തെടുക്കുന്നത് കൊണ്ട് ഇതിൽ സ്റ്റാർച്ചിൻ്റെ അംശമൊക്കെ വളരെ കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. ചോറിവിടെ റെഡിയാണ്. ഇനി മീൻ ഉണ്ടാക്കാനായിട്ട് ചട്ടി ഒന്ന് ചൂടാക്കിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലൊരല്പം ഉലുവ ചേർക്കാം, അല്പം കറിവേപ്പിലയും ഈ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളിയും കൂടി ചേർക്കാം. ഇത് 1-2 മിനിറ്റ് വഴറ്റിയ ശേഷം ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. പേസ്റ്റല്ല, ഒന്ന് ചതച്ചെടുത്തതാണ്. ഇതിൽ ടൊമാറ്റോ കൂടി ചേർത്തൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയുമാണ് ചേർക്കുന്നത്. മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങാപ്പാൽ നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരുന്ന 1.5 കപ്പ് തേങ്ങാപ്പാലാണ്. ഇത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. ഇതൊന്ന് ചേർത്തിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. തിളച്ച് കഴിഞ്ഞിട്ടാണ് ഇനി പുളി ചേർക്കേണ്ടത്. വാളൻ പുളിയാണെങ്കിലും ഈ സമയത്താണ് ചേർക്കേണ്ടത്. ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിൽ മീൻ ചേർക്കാം. ഇതേ രീതിയിൽ തേങ്ങാപ്പാലിൽ ചെമ്മീൻ ഉണ്ടാക്കി നോക്കൂ, അതീവ ടേസ്റ്റാണ്. കുറച്ച് പരിഞ്ഞിൽ ഇതിൽ കൂടി ഇടുന്നുണ്ട്. വെന്ത് കിട്ടുന്ന മീനിൻ്റെ പരിഞ്ഞിലാണ് കൂടുതൽ ടേസ്റ്റ്. ഈ ഫ്രൈ ചെയ്യുന്നത് അത്ര ഒരു ടേസ്റ്റ് അല്ല, എങ്കിലും കുഞ്ഞിന് കൊടുക്കാനായിട്ട് ഞാനത് ചെയ്തതാണ്. മത്തി ഫ്രൈ ചെയ്യാനായിട്ട് പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ്. ഇതിലൊരല്പം കറിവേപ്പില വെച്ചിട്ടുണ്ട്. അത് ഇനി മത്തി ഇട്ട് കൊടുക്കാം. ഈ എണ്ണ തന്നെ നമുക്ക് തിരിച്ച് കിട്ടും, അത്രയ്ക്ക് നെയ്യുള്ള മത്തിയാണ്. ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഈ പരിഞ്ഞിൽ ഇട്ട് കൊടുക്കാം. ഇത് ലോ മീഡിയം ഫ്ലെയിമിലൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പോഴേക്കും ചക്ക അവിയൽ കൂടി ഉണ്ടാക്കണം. ഇന്നലെ കൊണ്ടുവന്ന അടുത്തടുത്ത ചക്കയാണ്, നല്ല വരിക്ക ചക്കയാണ്. ഇത് ഒരെണ്ണം പഴുക്കാനായിട്ട് വെച്ചു. ഒരെണ്ണത്തിന് ഞാൻ ഇന്നലെ കട്ട് ചെയ്തിട്ട് ഇന്നലെ അത് ചക്ക കൂട്ടാനുണ്ടാക്കി. ഇന്നത് അവിയൽ വയ്ക്കാൻ വേണ്ടിയാണ്. അതിനായിട്ട് നല്ല പച്ചമുളകാണ്, ഇഷ്ടം പോലെ ഉണ്ട് പച്ചമുളക്. മുമ്പൊക്കെ എല്ലാ കറികൾക്കും ഞാൻ അരയ്ക്കുമായിരുന്നു. ഈ കുഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഒന്നിനും എടുക്കാറില്ല. ചക്കയും മരിച്ചിനിയും ഒക്കെ വയ്ക്കുമ്പോൾ അരയ്ക്കാനായിട്ട് ഏറ്റവും നല്ലത് കാന്താരി മുളകാണ്. ഇത് കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്, ആർക്കെങ്കിലും കൊടുക്കാം. ചക്ക അവിയലിന് ആവശ്യമായിട്ടുള്ള തേങ്ങ എടുക്കാം. 1 മുറി തേങ്ങയാണ്. അതുപോലെ ഓരോരുത്തരുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളകെടുക്കാം. 7-8 അല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും 1 ടീസ്പൂൺ ജീരകവും ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഒരല്പം വെള്ളം ചേർത്താണ് അരച്ചെടുത്തത്. ചക്കയിലൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചക്കക്കുരു ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റും ഇല്ല. കുറച്ച് ചക്കക്കുരു കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. ഇതിന് കൂടുതൽ വേഗമുള്ളത് കൊണ്ട് പാത്രത്തിൻ്റെ അടിയിലാക്കാം. 5 മിനിറ്റ് കൊണ്ട് തന്നെ ചക്ക അവിയൽ റെഡിയാകും. ആ സമയം കൊണ്ട് നമ്മുടെ മീൻ ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഇത് ഇളക്കി ഇട്ട് കൊടുത്തു. ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അധികം ഞാനിത് മൂപ്പിക്കുന്നില്ല. മീൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് വറ്റിയിട്ടുണ്ട്. ഇപ്പോഴൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഉപ്പും പുളിയും ഒക്കെ ആവശ്യത്തിന് ഉണ്ടോ എന്ന്. കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. ചേർത്തിട്ട് പിന്നെ 1-2 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് അടച്ചു വയ്ക്കാം. ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഞാൻ മൂപ്പിക്കുന്നില്ല. മീനൊക്കെ കുറച്ച് സോഫ്റ്റായിട്ടിരിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. കൂടുതൽ മൂപ്പിച്ച് അങ്ങ് ഡ്രൈ ആയാൽ ആ മീനിൻ്റെ ടേസ്റ്റേ അങ്ങ് മാറിപ്പോവും. ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. വളരെ കുറച്ച് എണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്തത്. അതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള മീൻ ഫ്രൈ ആണ്. വളരെ കുറച്ച് എരിവൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇത് കഴിക്കാൻ നല്ലതാണ്. ഇനി ഇന്നലെ ഉണ്ടാക്കിയ ചക്കയാണ്, കുറച്ച് കൂടുതലുണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ വച്ചിരുന്നതാണ്. ആവശ്യത്തിന് മാത്രം എടുത്ത് ചൂടാക്കി കഴിക്കുകയാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. എനിക്ക് ചക്ക ഏത് ഫോമിൽ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഇത് നല്ല വരിക്കച്ചക്കയാണ്, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ പറിച്ചെടുക്കുന്ന ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ചക്ക അവിയൽ റെഡി ആയിട്ടുണ്ട്. എന്ത് അവിയലുണ്ടാക്കിയാലും ഒരല്പം വെളിച്ചെണ്ണ മുകളിൽ ഒഴിക്കുന്നത് നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ഇനി ഒട്ടും തന്നെ വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് ഭക്ഷണം കഴിക്കാം. അതിനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരു ചമ്മന്തിയും കൂടി ഞാൻ അരച്ചിട്ടുണ്ട്. ഇഞ്ചി വെച്ച ചമ്മന്തിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്.
ഇനി എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് ഈ പാത്രത്തിനെ പറ്റിയാണ്. ഈ പാത്രം ഹാൻഡ് മെയ്ഡാണ്, കൈകൊണ്ടുണ്ടാക്കിയ പാത്രമാണ്. ഇത് ആസാമിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ബെൽ മെറ്റൽ ഉപയോഗിച്ചുകൊണ്ടുള്ള പാത്രമാണ്. അവിടുത്തെ വളരെ ഫേമസ് ആണ്. ശരിക്കും റിച്ച് ആൾക്കാർ കഴിക്കുന്ന പാത്രമാണിത്. ഇത് ഓരോന്നിനും ഓരോ സൈസും വെയ്റ്റുമാണ്. ചിലതിനൊക്കെ 700-800 ഗ്രാം വരെ വെയിറ്റ് ഉണ്ടാകും. 5 എണ്ണമുണ്ട്, അതിൽ 3 എണ്ണം അപർണ കൊണ്ടുപോയി. ബാക്കിയുള്ളതാണിത്. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയി. എന്നും ഒരു റെസിപ്പിയൊക്കെയാണല്ലോ ഉള്ളത്. അപ്പോൾ ഇത് 2-3 റെസിപ്പികൾ ചേർന്ന വീഡിയോ ആണ്, അതുകൊണ്ടാണ് കുറച്ച് ലെങ്തി ആയത്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം മത്തി വാങ്ങിക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മീൻ കറി എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. കുട്ടികൾക്ക് ഇതുപോലെ പൊരിച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.